സ്വാഗതം. ഞാൻ ഡോക്ടർ ടെനി. ഫാറ്റി ലിവറിനെ പറ്റിയാണ് ഇനി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എന്താണ് ഫാറ്റി ലിവർ എന്നും പിന്നെ മരുന്നിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ ടിഷ്യൂവിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്. മദ്യപിക്കുന്ന ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാം, അല്ലാത്തവരിലും ഫാറ്റി ലിവർ കാണാം. അല്ലാത്തവരിൽ എന്ന് പറയുന്നത് ഒരുപാട് വണ്ണമുള്ളവരിൽ, പിന്നെ ഡയബറ്റീസ്, ഷുഗർ ഉള്ളവരിൽ, ഹൈപ്പർ ടെൻഷൻ, പ്രഷർ ഉള്ളവരിൽ, കൊളസ്ട്രോൾ ഉള്ളവരിൽ, അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള ലിവറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഈ ഹെപ്പറ്റൈറ്റിസ് സി പോലത്തെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നവരിലും ഒക്കെ ഈ ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം സാധാരണയായിട്ട് ഈ ഫാറ്റി ലിവറിന് വലിയ ലക്ഷണങ്ങളൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് വല്ലതും ആയിരിക്കും ഇങ്ങനെ ഒരു ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് തിരിച്ചിട്ട് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുക. അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും റീഡിങ് കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോഴായിരിക്കും. ഇപ്പോൾ ഇത് വരാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൻ്റേത് മദ്യപാനം നിർത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയില്ല. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഒബേസിറ്റി, വണ്ണം ഉള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുക, പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ആണെങ്കിൽ നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സ്കാൻ ചെയ്ത് നോക്കാം. പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽസ് എല്ലാം നോക്കാം. പിന്നെ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾക്കിപ്പം ഗ്രേഡ് 1 ഫാറ്റി ലിവറോ അങ്ങനെ ഫാറ്റി ലിവറൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അതിന് വേണ്ടിയിട്ട് മരുന്നൊന്നും തരത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു രോഗമൊന്നും അല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഗ്രേഡ് 1 ഫാറ്റി ലിവറൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറ്റ് കൊണ്ടൊക്കെ തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഗ്രേഡ് 3 കഴിഞ്ഞാൽ ലിവർ സിറോസിസ് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കും. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഡയറ്റ് ഒക്കെ നോക്കുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുക. എന്താണോ നിങ്ങളുടെ പ്രശ്നം, അതായത് വണ്ണമുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, നമ്മുടെ ആഹാര രീതികളിൽ മാറ്റം വരുത്തുക. ഒരുപാട് മീറ്റും അങ്ങനത്തെ റെഡ് മീറ്റൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. മദ്യപിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക. പിന്നെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഉപയോഗം കൂട്ടുക ഡയറ്റിൽ. പ്രത്യേകിച്ച് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. അതെന്തൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെന്ന് കാണുക. അപ്പം അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യുക. വിറ്റമിൻ ഇ ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, നട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്, ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്, ഹോൾ ഗ്രെയിൻ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് മരുന്നിനോടൊപ്പം തന്നെ ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് ഇതിനുണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ ലെമൺ ജ്യൂസാണ്. 1 ടീസ്പൂൺ നാരങ്ങ 1 ഗ്ലാസ് വെള്ളത്തിനകത്ത് കലക്കി രാവിലെ കുടിക്കാവുന്നതാണ്. പക്ഷേ അസിഡിറ്റി ഒക്കെ ഉള്ളവർ ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങളിത് കഴിച്ചിട്ട് എന്തെങ്കിലും വയറിന് പ്രശ്നമുണ്ടെങ്കിൽ